കാറ്റത്ത് കിളിക്കൂട് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിധിയാണെങ്കിൽ സുധീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, സുഭാഷേട്ടനെ കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് സുഭാഷേൻ്റെ മനസ്സിലുള്ള ആ എല്ലാ ചിന്തകളും മാറ്റണം, അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് സുധീഷ് പറയുക, ഞാനും അതും ആലോചിച്ചതാ, പക്ഷേ സുഭാഷേട്ടന് ആ ജോത്സ്യം പറഞ്ഞത് അതേപടി അങ്ങ് പതിഞ്ഞിരിക്കുക. അതുകൊണ്ട് നമുക്ക് ദോഷം വരുമെന്ന് ചിന്തിച്ച് ആ ഒരു പാവം ഓടിപ്പോയത്. എന്ത് ചെയ്യാനാ, എന്തായാലും പോയത് അവിടെ ചാന്ദിനിയുടെ വീട്ടിൽ. എന്നാൽ എനിക്കിപ്പോൾ തോന്നുന്നു ചാന്ദിനിയടുത്ത് ചെറിയൊരു ഇഷ്ടമൊക്കെ സുഭാഷേട്ടനുണ്ട് എന്ന്. അതുകൊണ്ടല്ലേ അവിടെ തന്നെ പോയതെന്നൊക്കെ. ഇത് കേട്ടതും നിധി പറയുക, അതെനിക്ക് മനസ്സിലായ കുറേ കാര്യം. ഞാനന്ന് ജോലി സൈറ്റിൽ പോയപ്പോഴത്തേക്കും ഇതുപോലെ തന്നെയായിരുന്നു. പക്ഷേ എന്തായാലും സുഭാഷേട്ടന് പറ്റിയ കുട്ടി തന്നെയാണ്, ഹിന്ദിയെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ നിധി പറയുന്നുണ്ട്. അങ്ങനെ സുധീഷും ഹരീഷും കൂടെ തീരുമാനമെടുക്കുന്നുണ്ട്. എന്തായാലും സുഭാഷിൻ്റെ മനസ്സിലെ ആ വെറുക്കപ്പെട്ട ആ ചിന്തകളെല്ലാം മാറ്റണം. അതിനുവേണ്ടി നമുക്ക് ജ്യോത്സ്യന്മാരെ ഒന്നേന്നൂടെ വരുത്തണം. ഒരാളെയല്ല, 5-6 വരെ വരുത്തിക്കൊണ്ട് വരണം. അവർ ഈ ജാതകം കണ്ട് എന്തൊക്കെയാണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഓരോ രീതിയിലും ഓരോ തരത്തിലായിരിക്കും പറയുന്നത്. ഇത് കേൾക്കുമ്പോഴത്തേക്കും സുഭാഷേട്ടന് മനസ്സിലാവും ജ്യോത്സ്യന്മാർ പറയുന്നത് കള്ളത്തരമാണെന്ന്. അങ്ങനെ നിധിയുടെ അടുത്ത് പറയുന്നുണ്ട് സുഭാഷ്, ഞങ്ങളിങ്ങനെ കുറേ പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ട്, അതിന് നിധിയോട് സഹകരിക്കണമെന്ന്. ഇതിന് എൻ്റെ എല്ലാ സഹകരണവും ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ സുധീഷും ഹരീഷും കൂടെ പുറത്തേക്ക് പോയി ജ്യോത്സ്യരെയൊക്കെ കൂട്ടി വരുന്നുണ്ട്. ഓരോരുത്തരും വന്നപ്പോഴത്തേക്കും ഭാസ്കരൻ ചോദിക്കുക, ഇതെന്താ ഇവിടെ എന്തെങ്കിലും വല്ല സമ്മേളനമുണ്ടോ? അവൻ ജ്യോത്സ്യത്തിൽ വിശ്വസിച്ചിരിക്കുന്നതുകൊണ്ട് എന്ത് മാറ്റാനാ ഇവരെല്ലാവരും കൊണ്ടുവരുന്ന നീ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിപ്പോൾ അച്ഛന് കണ്ട് മനസ്സിലാക്കാം. നമ്മുടെ സുഭാഷേൻ്റെ ജാതകം ഓരോരുത്തരെ കൊണ്ട് നമ്മൾ നോക്കിക്കും. ഓരോരുത്തർ എന്താ അഭിപ്രായം പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം. അതിനു വേണ്ടിയാണ് ഞാൻ കൊണ്ടുവന്നത്. അങ്ങനെ ആദ്യത്തെ ആളെയും രണ്ടാമത്തെ ആളെയും എല്ലാവരെയും വിളിക്കുന്നുണ്ട്. ആദ്യത്തെ ആൾ ജാതകം നോക്കിയിട്ട് പറയുക, ഈ ജാതകക്കാരന് ചെറിയ കുഴപ്പമുണ്ട്. അപ്പോഴത്തേക്കും ഭാസ്കരൻ പറയുക, എങ്കിലേ ഒരു കാര്യം ചെയ്യാം, നമുക്കതിൽ പരിഹാരം ചെയ്യാം അല്ലേ എന്നൊക്കെ പറയുന്നു. രണ്ടാമത്തെ ആൾ പറയുന്നു, ഈ ജാതകക്കാരന് ആദ്യമേ ഒരു കല്യാണം കഴിഞ്ഞതാണല്ലോ എന്ന്. പിന്നെ പറയുന്നുണ്ട്, മൂന്നാമത്തെ ആൾ പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് എത്ര കുട്ടികളുണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് ഒരാൾ ചോദിക്കുക, എന്തായാലും ഭാഗ്യ ജാതകമെന്ന്. പിന്നെ പറയുന്നുണ്ട്, ഇനി വരാതിരിക്കുന്നുണ്ട് രാജയോഗമെന്ന്. അങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ കേട്ടിട്ട് സുധീഷിനും അതുപോലെ തന്നെ കേട്ടിരുന്നവർക്കും സുഭാഷേട്ടനൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ഭാസ്കരൻ പറയുക, ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ ഈ ഒരു ജ്യോത്സ്യത്തിൻ്റെ വിശ്വാസം എന്താണെന്നും. ഓരോ രീതിയിൽ ഓരോരുത്തർ പറഞ്ഞത് കേട്ടെങ്കിലും നീ മനസ്സിലാക്ക്. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് ഉടനെ കുടുംബത്തെ ഇട്ടിട്ട് പോകാൻ നീ നോക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ചിരിച്ച് കളയേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഞാനും കുറേ വർഷങ്ങളായിട്ട് ഇതൊക്കെ എല്ലാവരും മുമ്പിൽ കാണിച്ചുകൊണ്ടിരിക്കുക. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങളെ അമ്മയെ കൊന്നത് ഞാനാന്ന് പറഞ്ഞിട്ട് ലോകം മുഴുവൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. പക്ഷേ എനിക്കറിയാം അത് ഞാൻ ചെയ്തിട്ടില്ല എന്ന്. അതുകൊണ്ട് ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും പറയാം, നീ അതൊന്നും വിശ്വസിക്കരുത് എന്ന് ഭാസ്കരൻ പറയുന്നുണ്ട്. ഇത് കേട്ടത് നിധി പറയുക, ഇതിനു വേണ്ടി തന്നെയാണ് ഞങ്ങൾ സുഭാഷേട്ടനെ കൊണ്ട് ഇവിടെ ഇരുത്തിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് സുഭാഷ് പറയുക, എന്തായാലും ഇത് ചെയ്തത് നല്ല കാര്യം തന്നെയാണ്, ഞാനല്ലെങ്കിൽ വിശ്വസിച്ച് എന്തെങ്കിലും ചെയ്യുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാനാണെങ്കിൽ ഈ വീട് വിട്ടു പോയതിൻ്റെ കാര്യം തന്നെ നിങ്ങൾക്ക് നല്ലത് വരണമെന്ന് മാത്രം വിചാരിച്ചതുകൊണ്ടാ എന്ന് പറഞ്ഞ്. അങ്ങനെ നിധി പറയുക, ഇനി ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ എന്നത്തെ പോലെ ജോലിക്കൊക്കെ പോയി തുടങ്ങണം എന്നൊക്കെ നിധി സുഭാഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമായപ്പോഴത്തേക്കും ജോലി സൈറ്റിൽ പോകുന്നുണ്ട്. അവിടെയാണെങ്കിൽ പോയപ്പോഴത്തേക്കും ചാന്ദിനി കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ട്. എന്തിനാ കരയുന്നതെന്ന് അന്വേഷിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുക, അവൾക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്, പക്ഷേ അവൾക്കത് ഇഷ്ടമല്ല. അവൾക്ക് താല്പര്യമില്ലാത്ത കല്യാണമായതുകൊണ്ട് അവരിതെന്ത് വെച്ചാൽ ഇത് തന്നെയാണ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നുണ്ട്, അവളുടെ ചേട്ടന്മാരും അതുപോലെ തന്നെ ബന്ധുക്കളുമെല്ലാം. എന്നാൽ ഇതിനെ എങ്ങനെയെങ്കിലും ഒരു മാറി നിന്നാലേ ഇതിനൊരു പോംവഴി കിട്ടുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സുഭാഷ് പറയുന്നുണ്ട്, കരയൊന്നും വേണ്ട, നിന്നെ നിർബന്ധിച്ച് ആരും കല്യാണമൊന്നും കഴിപ്പിക്കില്ല. നിനക്ക് ഞാൻ ഒരു കാര്യം പറയാം,
ഒരു സ്ഥലമുണ്ട്, പക്ഷേ എനിക്ക് അവിടുത്തെ വിളിച്ച് ചോദിക്കണം. എങ്കിൽ നിനക്ക് കുറച്ച് ദിവസം അവിടേക്ക് മാറി നിൽക്കാം. നിന്നെ ആരും ഒന്ന് ഉപദ്രവിക്കാനോ ആരും പിടിച്ചോണ്ട് പോകാനോ ശ്രമിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സുഭാഷ് സുധീഷിൻ്റെ അടുത്ത് ഫോൺ വിളിച്ച് പറയുന്നുണ്ട്, എന്തായാലും ചാന്ദിനിയുടെ അവസ്ഥ എങ്ങനെയൊക്കെയാണ്, അവളെ വീട്ടിൽ ഭയങ്കരമായിട്ട് പ്രശ്നം നടക്കുക, കല്യാണത്തിന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും അവൾക്ക് ഇഷ്ടമില്ലാത്ത കല്യാണമായതുകൊണ്ട് ഇവിടെ ഭയങ്കര ബഹളമാണ്. അതുകൊണ്ട് നമ്മളെ വീട്ടിൽ 4-5 ദിവസം താമസിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും വിരോധം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് സുധീഷ് പറയുക, ഞങ്ങൾക്ക് ഒരു വിരോധമില്ല, ചേട്ടൻ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് സുധീഷ് നിധിയുടെ അടുത്ത്, നികേഷിൻ്റെ അടുത്ത്, ഹരീഷിൻ്റെ അടുത്ത് എല്ലായിടത്തും പറയുന്നുണ്ട്, എന്തായാലും സുഭാഷ് ചേട്ടൻ അവസാനം ആ ചാന്ദിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചു. പക്ഷേ ഇതൊരു കല്യാണത്തിൽ അവസാനിച്ചെങ്കിൽ മതിയായിരുന്നു എന്നൊക്കെ സുധീഷ് പറയുന്നുണ്ട്. ഇത് കേട്ടത് നിധി പറയുക, എന്തായാലും നല്ല കാര്യം, ഇവിടെ വരുമ്പോഴത്തേക്കും പല മാറ്റങ്ങൾ സുഭാഷ് ചേട്ടനുണ്ടാവും, അത് നമുക്ക് നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യാം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ചാന്ദിനിയാണെങ്കിൽ അവിടെ ഹിന്ദിയാണ് ഒട്ടും പിടിക്കാത്തത് എന്ന് ഭാസ്കരൻ പറയുന്നുണ്ട്. അതിനെന്താ, ഹിന്ദിക്കാരിയാണെങ്കിലും അവൾക്ക് കാര്യങ്ങളെല്ലാം അറിയാൻ നല്ല കുട്ടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. സുധീഷും സുഭാഷൊക്കെ പറയുന്നത് കേട്ടിട്ട് ഏറ്റവും നല്ല മര്യാദയുള്ള കുട്ടിയാണെന്ന് ഭാസ്കരനറിയാം. നേരത്തെ വന്നപ്പം തന്നെയാണ് കളിയാക്കിയിട്ടുണ്ട് ഭാസ്കരനെ. അതുകൊണ്ട് ഭാസ്കരന് ഒരു എതിർപ്പും ഇതിനോടില്ല. എന്തായാലും അവർ തീരുമാനം തന്നെ തീരുമാനിക്കട്ടെ എന്ന് ഭാസ്കരൻ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരുമായിട്ട് ജോലി സൈറ്റിൽ അവർ ചാന്ദിനിയെ കൊണ്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ എതിരേൽക്കുകയും സുധീഷ് പറയുക, എന്തായാലും നിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കോളാം, ഇനി ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഈ വീട്ടിൽ വന്നാൽ പിന്നെ നല്ലതേ വരുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് ചാന്ദിനിക്ക് സന്തോഷം തോന്നുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിധിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ നിധിക്ക് ഒരു വീട്ടിൽ ഒരാളോട് വന്നപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഇത് കേട്ടിട്ട് പറയുക, നിധിയുടെ അടുത്ത് ചാന്ദിനി പറയുന്നുണ്ട്, നമുക്ക് ഈ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു അന്തരീക്ഷം എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെ എല്ലാവരും എന്ത് നല്ല രീതിയിലാണ് പെരുമാറുന്നതും അതുപോലെ തന്നെ സമയം പോകുന്ന അറിയത്തേ ഇല്ല ഇവിടെ നിന്നാലെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും സുധീഷ് പറയുക, അത് ശരി തന്നെയാണ്, അതുകൊണ്ടല്ലേ നിധി ഇന്ന് ഈ വീട്ടിൽ നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് എല്ലാവരുമായിട്ട് നമുക്ക് അമ്പലത്തിലൊക്കെ പോകണം, ഇന്ന് നിധി ആണെങ്കിൽ എല്ലാവരെയും കൂടെ വിളിച്ചുകൊണ്ട് പോകണം എന്ന് സുധീഷ് പറയുന്നുണ്ട്. അതിനെന്താ, ഞാൻ തന്നെ അവരെയൊക്കെ കൊണ്ടുപോവാം. എന്നാൽ എല്ലാവർക്കും ഒരുമിച്ച് പോകുന്നത് കാണുമ്പോഴത്തേക്കും നാട്ടുകാരൊന്ന് അന്താളിച്ച് നോക്കും. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. എന്തായാലും അവർ നോക്കട്ടെ, എന്തായാലും അറിയണം ഈ വീട്ടിൽ പെണ്ണുങ്ങൾ വരുമെന്ന്. എന്നാൽ ഈ വീട്ടിൽ പെണ്ണുങ്ങൾ വന്നാലേ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയ നാട്ടുകാരുടെ മുന്നിൽ കൂടെ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. നിധി പറയുക, അത് ശരി തന്നെയാണ്, നമുക്ക് എല്ലാവർക്കുമായിട്ട് പോകുമ്പോഴത്തേക്കും സുഭാഷേൻ്റെ ഭാര്യയെന്നേ വിചാരിക്കുകയുള്ളൂ, അങ്ങ് വിചാരിക്കട്ടെ. നമുക്കിനി എന്തായാലും ഒരു കുട്ടിയെ നമ്മൾ നോക്കുന്നുണ്ട് സുഭാഷേനെ, അതെന്ത് വെച്ചാലും ചാന്ദിനി ആയെന്നറിഞ്ഞ് ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നു ഭാസ്കരനടുത്ത്. ഇത് കേട്ടതും ഭാസ്കരൻ പറയുക, അതിനെ ആ കുട്ടിക്ക് ഇഷ്ടപ്പെടുമോ അവനെ, അവളാണെങ്കിൽ ഹിന്ദിയും ഇവനാണെങ്കിൽ മലയാളം, ഇതൊരിക്കലും ചേർന്ന് പോവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് സുധീഷ് പറയുന്നുണ്ട്, എന്തായാലും ആദ്യമേ ഒന്നും തർക്കുത്തരൊന്നും പറയാതെ നല്ലത് വരട്ടെ എന്ന് വിചാരിക്കുക എന്നൊക്കെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് ദേഷ്യത്തോടെ സുധീഷ് പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് കേട്ടത് നിധി പറയുക, എന്തായാലും വരട്ടല്ലോ, വന്നിട്ട് നമുക്ക് തീരുമാനം എടുക്കാമെന്നല്ലേ പറഞ്ഞത്, വന്നല്ലോ, ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യണം, സുഭാഷിൻ്റെ അടുത്ത് ചോദിക്കണം ചാന്ദിനിയുടെ കാര്യത്തിൽ, എങ്കിൽ ഇവർ തമ്മിൽ കല്യാണം നടന്നാൽ ചാന്ദിനിക്ക് ആ കല്യാണാലോചന വേണ്ടെന്ന് വെക്കാമല്ലോ എന്നൊക്കെ നിധി പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടി ഹരീഷ് നീതുവിനെ ഫോൺ ചെയ്യുന്നുണ്ട്. നീതുവിനാണെങ്കിൽ ഇത് കേട്ടപ്പം സന്തോഷമുണ്ട്. എന്തായാലും സുഭാഷേൻ്റെ കല്യാണം കൂടെ നടന്നിരുന്നെങ്കിൽ എല്ലാവർക്കും ഒരു സന്തോഷമുള്ള ദിവസമായിരിക്കും അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് നിധി. പിന്നെ നിധിയാണെങ്കിൽ പറയുന്നുണ്ട്, നീതുവിൻ്റെ അടുത്ത് വിളിച്ചിട്ടും വീണ്ടും നിധി പറയുകയും ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരാളോട് എത്തിയിട്ടുണ്ട്, ഇനി നീതുവിൻ്റെ കാര്യത്തിൽ നമ്മളൊരു തീരുമാനം എടുക്കും, അത് സുഭാഷേൻ്റെ കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യും എന്നൊക്കെ നീതു പറയുകയും ചെയ്യുന്നുണ്ട് നിധിയുടെ അടുത്ത്.
അങ്ങനെ ഫോൺ ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ആ സമയത്ത് ഹരീഷ് പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ ഇപ്പോഴത്തേക്കാണ് സ്നേഹിച്ച് തുടങ്ങിയത്. അതുപോലെ സുഭാഷ് ഏട്ടൻ ഒരു കാര്യം ചെയ്യണം, നല്ലതുപോലെ സ്നേഹിക്കണം. നല്ല കുട്ടിയാണ്. എന്തായാലും ഇത് തന്നെ കല്യാണം നടക്കുമെന്നാണ് തോന്നുന്നത്. നമുക്കിന്നെ വേറെ ഒരു കല്യാണാലോചന നടത്തേണ്ട ആവശ്യമില്ല കേട്ടോ സുഭാഷ് ഏട്ടാ എന്ന് ഹരീഷ് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് മിണ്ടാതിരിക്കണം, ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ, ഞങ്ങളുടെ ജോലി സൈഡിലെ കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സുഭാഷ് എല്ലാവരെയും വഴക്ക് പറയുകയും ചെയ്യുന്നുണ്ട്.